ഈ ഒരു ഹെയർ മാസ്ക് ഇട്ട് കൊടുത്തതിന് ശേഷമുള്ള എൻ്റെ മുടിയാണിത്. ഇത് വന്നിട്ട് നമ്മൾ ഷാമ്പും കണ്ടീഷണറും ഇട്ട് കഴിയുമ്പോൾ നമ്മൾ മുടിക്ക് ഒരു നല്ല സോഫ്റ്റ്നെസ് കാണില്ല, അതുപോലത്തെ നല്ല സോഫ്റ്റ്നെസ് ആയിട്ടാണ് കിടക്കുന്നത്. ആ ഒരു ഷൈനിങ് ഒന്നും കിട്ടത്തില്ല, പക്ഷേ അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കും, നല്ല വോളിയം വെച്ച് കിടക്കും. മുടിയൊക്കെ ഇതുപോലെ ഞെരുക്കം വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോ ഫുൾ ഇരുന്ന് ഒന്ന് കണ്ടു നോക്കൂ. ഹായ് ഹലോ, ദിസ് മിസ് ഓയിലി ഹാൻഡ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കോവിഡ് സമയത്ത് ഒരുപാട് പേരുടെ മുടിയൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. കോവിഡ് വന്നിട്ട് അല്ലെങ്കിൽ മെഡിസിൻസ് യൂസ് ചെയ്തിട്ടൊക്കെ ഒരുപാട് പേരുടെ മുടിയൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവർക്കൊന്നും മുടി തിരിച്ച് വളരാൻ എന്നാണ് ഒരുപാട് പരാതി. മേജറായിട്ടും ഒരുപാട് പ്രായമുള്ളവർക്കാണ് ഇങ്ങനത്തെ പരാതി വരിക, പ്രായമില്ലാത്തവർക്കും വരുമായിരിക്കും. പക്ഷെ ഞാൻ കൂടുതൽ കേട്ടുള്ളത് ഈ പ്രായമുള്ളവർ ഇങ്ങനെ പരാതി പറയാനായിട്ടാണ്. പ്രായമില്ലാത്തവർക്കാണെങ്കിലും കൊച്ചുകുട്ടികളാണെങ്കിലും ഒക്കെ ഈ കോവിഡ് വന്ന് മുടി പോയവർക്കാണെങ്കിൽ ഈ ഞാൻ പറയാൻ പോണ ഈ ഒരു ഹെയർ പാക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇനി കോവിഡ് വന്ന് മുടി കൊഴിഞ്ഞവർക്ക് മാത്രമല്ല, അല്ലാതെ തന്നെ മുടിക്ക് ഉള്ളൊന്നുമില്ല, വളരെ തിന്നായിട്ടുള്ള ഹെയർ ആണ് എന്നുള്ളവർക്കും കൂടെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു മാസ്കും കൂടെയാണിത്. കാരണം ഈ മാസ്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു മാസ്ക് ആണ്. നമ്മളിപ്പോൾ അല്ലാണ്ട് നോക്കുവാണെങ്കിൽ ഹെയർ ഫോളിക്കിൾസിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് കെമിക്കൽ സ്റ്റീറോയിഡ്സ് അങ്ങനെയൊക്കെ ഉണ്ട്. അത് നമ്മളൊരു ഡോക്ടറിനെ ചെന്ന് കാണുമ്പോഴായിരിക്കും അവർ നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തരിക. പക്ഷെ നമ്മളിപ്പോൾ ഡോക്ടറിനെ ചെന്ന് കാണാനും പിന്നെ ഈ അവർ പ്രിസ്ക്രൈബ് ചെയ്തിരുന്ന മരുന്നൊക്കെ വാങ്ങാനും, എസ്പെഷ്യലി നമ്മുടെ ഹെയറിൻ്റെ മരുന്നൊക്കെ വാങ്ങാനായിട്ട് ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും. അപ്പോൾ അത്രയൊന്നും പൈസ ചിലവാക്കുക എന്ന് പറയുന്നത് സെക്കൻഡറി ഓപ്ഷനാണ്. നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ മുടി ഉള്ളിൽ വെപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ പോയ മുടി തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് നോക്കാൻ പറ്റുന്ന നല്ലൊരു മാർഗ്ഗം. മുടിയൊന്നും തീരെ ഉള്ളില്ലാത്തവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് തീരെ ഹോപ്പ് കാണത്തില്ല. അതായത് എൻ്റെ മുടി ഇനി വളരത്തൊന്നുമില്ല, ഞാൻ ജനിച്ചപ്പോഴേ എൻ്റെ മുടി ഇങ്ങനെയാണ്, ഇത്രേ കാനേ ഉള്ളൂ, എനിക്ക് പാരമ്പര്യമായിട്ട് ഇത്ര കാനേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സ്വന്തമായിട്ട് ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ഒരുപാട് പേര് കാണും. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ തലയിൽ ഏറെക്കുറെ 1 മില്യൺ ഹെയർ ഫോളിക്കിൾസ് ഉണ്ട്. ഇതിലെല്ലാം നമ്മളൊന്ന് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. മുടി തീരെ ഉള്ളില്ലാത്തവരുടെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഹെയർ ഫോളിക്കിൾസ് ആക്ടിവേറ്റഡ് സ്റ്റേജിലായിരിക്കത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതിനെ പിടിച്ച് ആക്ടിവേറ്റ് ആക്കണം. ഹെയർ ഫോളിക്കിൾസ് ആക്ടിവേറ്റ് ആയാലും നമ്മുടെ റൂട്ടിൽ നിന്ന് ഒരുപാട് മുടികൾ കിളിർത്ത് വന്നിട്ട് നമുക്ക് ഗ്രാജുവലി നല്ല വോളിയം ഉള്ളൊരു മുടി നമുക്ക് കിട്ടുന്നതായിരിക്കും. മുടി വോളിയം വെപ്പിക്കാനാണെങ്കിലും ലെങ്ത് വെപ്പിക്കാനാണെങ്കിലും മുടിയുടെ റൂട്ടിൽ വേണം നമ്മൾ കാര്യങ്ങൾ എത്തിക്കാനായിട്ട്. ഏത് മാസ്ക് ആയാലും റൂട്ടിലോട്ട് വേണം, അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം നമ്മൾ സാധനങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി മുടി വോളിയം വെപ്പിക്കാനായിട്ടാണെങ്കിൽ നമ്മൾ ഹെയർ ഫോളിക്കിൾസിനെ കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം നമുക്ക് ഒട്ടും തന്നെ മുടിയില്ലെങ്കിൽ നമുക്ക് അടുത്ത പുതിയ പുതിയ മുടികൾ വരാൻ ഉള്ള സ്ഥലം നമ്മുടെ ഈ ഹെയർ ഫോളിക്കിൾസ് ആണ്. അവിടെ നിന്ന് പുതിയ മുടികൾ കിളിർത്ത് വരുമ്പോഴത്തേനും നമുക്ക് നിറയെ മുടികൾ ഉണ്ടാവും. ഹെയർ ഫോളിക്കിൾസിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ആദ്യത്തെ വഴി എന്ന് വെച്ചാൽ ഹെയർ മസാജ് ചെയ്ത് കൊടുക്കലാണ്. അത് തന്നെയാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഫാസ്റ്റായിട്ട് റിസൾട്ട് തരുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗം. അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് കയറി ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഫോളോ ചെയ്യുക. അത് ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ചെയ്ത് കൊടുത്തേ പറ്റത്തുള്ളൂ, എങ്കിലേ നമുക്ക് പെട്ടെന്ന് ഹെയർ വോളിയം വയ്ക്കത്തുള്ളൂ. കാരണം ഹെയർ ഫോളിക്കിൾസ് പെട്ടെന്ന് ആക്ടിവേറ്റ് ആവണ്ടേ. ഹെയർ ഫോളിക്കിൾസ് ആക്ടിവേറ്റ് ചെയ്യാനുള്ള രണ്ടാമത്തെ മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മുടെ റോസ്മെരിയാണ്. അത് ഭയങ്കര കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ടിവേറ്റഡ് മെത്തേഡാണ്. റോസ്മെരി ഓയിലോ അല്ലെങ്കിൽ റോസ്മെരി വാട്ടറോ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത്. പക്ഷേ അത് എല്ലാവരെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാരണം നമ്മുടെ ചുറ്റിനും കിട്ടുന്ന സാധനമല്ല റോസ്മെരി, നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങേണ്ടിയൊക്കെ വരും. അപ്പോൾ അത് എല്ലാവരെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പറ്റുമെങ്കിൽ ഓക്കെ, അതായിരിക്കും നല്ല മാർഗ്ഗം. പക്ഷെ അങ്ങനെയൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എനിക്കത് വാങ്ങിച്ച് ട്രൈ ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള സെക്കൻഡറി മാർഗ്ഗമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗ്ഗമാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ചുറ്റും തന്നെ കാണുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പ്ലാന്റ്സിലെ ഹെയർ ഫോളിക്കിൾസിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള എല്ലാ ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട്. അതൊന്ന് ഒന്ന് അരച്ചെടുത്ത് തലയിൽ തേക്കുന്ന പാട് മാത്രമേ ഉള്ളൂ. ഏതൊക്കെയാണ് ആ ചെടികളെന്ന് ചോദിച്ചാൽ, ഒന്ന് ചെമ്പരത്തി, ഒന്ന് കൈതോന്നി. റോസ്മെരി പോലെ ഈ ഇടയ്ക്ക് ട്രെൻഡിൽ നിന്ന സാധനമൊന്നുമല്ല ചെമ്പരത്തിയും കൈതോന്നി. നമ്മുടെ അമ്മമാരുടെ കാലം തൊട്ടേ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റിസർച്ചൊക്കെ ഒരുപാട് നടന്നിട്ടുള്ള പ്ലാന്റ്സും ആണ് ഈ ചെമ്പരത്തി കൈതോന്നി. എസ്പെഷ്യലി ചെമ്പരത്തി നോക്കുവാണെങ്കിൽ നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരുപാട് കോമ്പൗണ്ട്സ് അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇനി കൈതോന്നി നോക്കുവാണെങ്കിൽ നമ്മളെ ഹെയർ ഗ്രേ ചെയ്യുന്ന, അതായത് ഹെയർ നരയ്ക്കുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരുപാട് കമ്പോണൻസ് അതിൻ്റെ അകത്തുണ്ട്. ഹെയർ ഫോളിക്കിൾസിനെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള കമ്പോണൻസ് അതിൻ്റെ അകത്തുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് ഹെയർ റീജുവനേറ്റ് ചെയ്യുന്ന കമ്പോണൻറ്റും അതിൻ്റെ അകത്തുണ്ട്. റീജുവനേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ പുനർജനിപ്പിക്കുക എന്നാണ് മലയാളത്തിൽ അർത്ഥം വരുന്നത്. അതായത് പോയ മുടി അല്ലെങ്കിൽ ഡീആക്ടിവേറ്റ് ആയി കിടക്കുന്ന, ഒരു പ്രയോജനം ഇല്ലാതെ കിടക്കുന്ന ഹെയർ ഫോളിക്കിൾസിനെ ഒന്നും കൂടെ ഉണർത്തി എടുത്ത് നമ്മൾക്ക് ഹെയർ അവിടെ മുളപ്പിച്ച് തരും. ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി ഉള്ള ഒരു ചെടിയും കൂടെയാണ് കൈതോന്നി. ഈ 2 ചെടികൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ മാസ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് മാത്രമല്ല കുറച്ചുകൂടെ സാധനങ്ങൾ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഡിപ്പെൻസ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. പക്ഷേ മെയിനായിട്ട് ഈ 2 സാധനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഹെയർ ഫോളിക്കിൾസ് ആക്ടിവേറ്റ് ചെയ്യുള്ളൂ. ആൻഡ് ഓൾവേസ് റിമെമ്പർ, നമ്മൾ ഹെയർ മസാജ് ചെയ്തും കൂടെ കൊടുക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഞാൻ ഹെയർ മാസ്ക് ഇട്ടുകൊണ്ട് പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ മെയിൻ സാധനം, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കൈതോന്നി അഥവാ ഭൃംഗരാജ് എന്നൊക്കെ പറയുന്ന സാധാരണ ഹെയർ ഓയിൽസിലൊക്കെ യൂസ് ചെയ്യുന്ന ഐറ്റമാണ്. പിന്നെ എടുത്തിരിക്കുന്ന ചെമ്പരത്തിയാണ്. അതിപ്പോൾ ഏത് ചെമ്പരത്തി എടുക്കണമെന്നൊന്നും ചോദിക്കേണ്ട, ഏത് ചെമ്പരത്തി വേണമെങ്കിലും എടുക്കാം. എല്ലാ ചെമ്പരത്തിക്കും നല്ല എഫക്റ്റ് തന്നെയാണുള്ളത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് നെല്ലിക്ക പൗഡറാണ്. അതിപ്പോൾ എല്ലാവരും വീട്ടിലും അവൈലബിൾ ആയിക്കൊള്ളണമെന്നില്ല. ഇത് നാച്ചുറലായിട്ട് ഉണ്ടാക്കാനാണെങ്കിലും കുറച്ച് പാടാണ്, മെനക്കെട്ട പരിപാടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് മസ്റ്റ് എന്ന് പറയാത്തത്. ഇതും ഹെയർ ഫോളിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ്.
ആദ്യം തന്നെ ഞാൻ കൈതോന്നിയും ചെമ്പരത്തി ഒന്ന് അരച്ച് ഈ പരുവായിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് ഈ നെല്ലിക്കാപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്ത് ഈ ഒരു പരുവായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയാണ് എടുത്തേക്കുന്നത്. ഇതിൽ നിന്നും കുറച്ചുകൂടെ ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്, കുറച്ചുകൂടെ ദോശമാവിന്റെ പരുവത്തിലൊക്കെ. അപ്പൊ ആദ്യം തന്നെ ഞാൻ മുടിയൊക്കെ ഓയിൽ ചെയ്തിട്ട് ഒരു ചെറിയൊരു മസാജും കൊടുത്തിട്ടാണ് വന്ന് നിൽക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഏതൊരു ഹെയർ മാസ്ക് ഇടുന്നതിന് മുന്നേ ആയിട്ട് മുടി ആദ്യം ഫസ്റ്റ് ആയിട്ട് തന്നെ ചെറുതായിട്ടൊന്ന് ഓയിൽ ചെയ്തിട്ട്, എസ്പെഷ്യലി ഫ്രിസി ഹെയർ ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് ഓയിലും ചെയ്തിട്ട് ചെറിയൊരു മസാജും കൊടുത്തിട്ട് ഹെയർ മാസ്ക് ഇടാൻ തുടങ്ങാവുള്ളൂ എന്ന്. ഹെയർ മസാജ് ചെയ്യുന്ന നമ്മുടെ സ്കാൽപ്പിനെ ഒന്ന് ഹെയർ മാസ്ക് ഇടാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യും. ആദ്യം തന്നെ മസാജ് ഇടാനുള്ള സൗകര്യത്തിന് വേണ്ടി ഞാൻ മുടി സെക്ഷൻസ് ആക്കി എടുത്തിട്ടാണ് മസാജ് ഇട്ട് കൊടുക്കുന്നത്. ഒരു സെക്ഷൻ എടുത്തിട്ട് അതിന്റെ ആദ്യം ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ നന്നായിട്ട് തേച്ച് കൊടുക്കും. അതിനുശേഷം മുകൾ ഭാഗത്ത് തേച്ച് കൊടുക്കും. എന്നിട്ട് മുടിയുടെ ബാക്ക് വശത്തും ആ ഒരു സെക്ഷന്റെ ബാക്ക് വശത്തും കൂടെ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കും. എന്നിട്ട് ആ ഒരു സെക്ഷൻ ഓഫ് മുടിയിൽ ഞാനൊന്ന് മസാജ് ചെയ്ത് കൊടുക്കും, റൂട്ടിന്റെ അവിടെ. അപ്പൊ ആ റൂട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഈ മാസ്ക് എത്തിയെന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. ഇങ്ങനെ തന്നെ ഓരോ സെക്ഷനിൽ നമ്മൾ ചെയ്ത് കൊടുക്കണം. എന്നാലേ നമ്മുടെ റൂട്ടിൽ കംപ്ലീറ്റ് ആയിട്ടും ഈ മാസ്ക് എത്തിയെന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ലെങ്തിലോട്ടല്ല ഈ മാസ്ക് എത്തേണ്ടത്, നമ്മളെ റൂട്ടിലോട്ടാണ്. അപ്പൊ നമ്മുടെ റൂട്ടിൽ കംപ്ലീറ്റ്ലി ഈ മാസ്ക് എത്തിയെന്ന് നമ്മൾ കറക്റ്റ് ഉറപ്പ് വരുത്തണം. അതിനാണ് നമ്മൾ ഓരോ സെക്ഷനിലും ഇതുപോലെ ചെറുതായിട്ടൊന്ന് മസാജും കൂടെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് റൂട്ടിലെത്തിയെന്ന് കൺഫ്യൂഷൻ കാണത്തില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ മുടിയിൽ മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്താണ് മസാജ് ചെയ്ത് കൊടുക്കേണ്ടത്. അല്ലാണ്ട് നമ്മൾ മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് മുടിയിൽ തൊടുന്നേ ഉടക്കിറക്കിയൊക്കെ ചെയ്യുന്നതെങ്കിൽ മുടി പെട്ടെന്ന് പൊട്ടിപ്പോകും. ഈ മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്യുന്നവർക്ക് അറിയാം, മാസ്ക് അപ്ലൈ ചെയ്തതിന് ശേഷം മുടി കുറച്ചൊരു ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മുടിയിൽ നമ്മൾ കയറി മസാജ് ഒന്നും ചെയ്ത് കളയരുത്. മാസ്ക് ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മസാജ് ചെയ്ത് കൊടുക്കണം. എൻ്റെ മുടി പിന്നെ ഭയങ്കര ഫ്രിസിയും ഡ്രൈ ആയതുകൊണ്ട് ഞാൻ കുറച്ചധികം തൈര് ആഡ് ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് ഞാൻ മുടിയുടെ ലെങ്തിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുടി നല്ല സോഫ്റ്റ് ആയിട്ടും കൂടെ കിടക്കാൻ സഹായിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. മുടി വോളിയം വെക്കുന്നതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ റൂട്ടിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. എൻ്റെത് പിന്നെ കുറച്ച് സോഫ്റ്റ് ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലെങ്തിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു പാക്ക് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ നിങ്ങൾ കൈതോന്നിയും ചെമ്പരത്തിയും കൂടെ അരയ്ക്കുന്ന സമയത്തുണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് ചാറെടുത്തിട്ട് നിങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന എണ്ണ ഏതാണോ അതിലിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് അത് ഡെയിലി മസാജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് എഫക്റ്റ് ആയിട്ട് കിട്ടും. കാരണം എന്ന് വെച്ചാൽ ഇപ്പം എന്നും ഈ ഒരു ഹെയർ മാസ്ക് ഇട്ട് കൊടുക്കാന്ന് വെച്ചാൽ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഈ ജലദോഷമൊക്കെ ഉള്ളവരാണ്, തണുപ്പ് തലയിൽ നിൽക്കാൻ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ ഒട്ടും പറ്റത്തില്ല. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു മാസ്കിന്റെ എഫക്റ്റ് കുറച്ച് കൂടുതൽ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ എണ്ണ രൂപത്തിലും കൂടെ ഇതൊന്ന് തലയിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഇരട്ടിയായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിന്റെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഈ ഒരു മാസ്കിന്റെ റിസൾട്ട് കാണാനായിട്ട് 6 ആഴ്ച മാത്രം സമയം മതി. അതിനുള്ളിൽ നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. രണ്ട് സൈഡും മാസ്ക് അപ്ലൈ ചെയ്തതിന് ശേഷം മുടി ഒന്ന് ഉയർത്തി കെട്ടി വെച്ചു കൊടുക്കുന്നുണ്ട്. മാസ്ക് ഇട്ടതിന് ശേഷം മുടിയിലൊക്കെ പിടിക്കുമ്പോൾ സൂക്ഷിച്ചൊക്കെ പിടിക്കണം, ഇല്ലെങ്കിൽ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് ബാക്കി വന്ന മാസ്ക് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഫ്രണ്ട് പോർഷനിലൊന്ന് തടവി കൊടുക്കുകയാണ്. ഇവിടേക്കാണല്ലോ ബേബി ഹെയർസ് കൂടുതൽ വരാറ്. ഈ ഒരു പാക്ക് മുടിയിൽ 1 മണിക്കൂർ വെച്ചേക്കണം. എന്നിട്ട് ഷാമ്പുവോ കണ്ടീഷണറോ ഒന്നും ഇട്ട് കഴുകി കളയേണ്ട. വെറും പ്ലെയിൻ വാട്ടറിൽ ചുമ്മാ മുടിയൊന്ന് കഴുകി ഇറക്കിയാൽ മാത്രം മതി. ഈ ചെമ്പരത്തിയൊക്കെ ഉള്ളത് കാരണം ഒരു ഷാമ്പൂവിന്റെ എഫക്റ്റ് തന്നെ കിട്ടും. പിന്നെ ഇതിനകത്ത് നാറ്റമുള്ള സാധനങ്ങളൊന്നുമില്ല, അതുകൊണ്ട് മുടിക്ക് ഒരു വൃത്തിയായിട്ട സ്മെല്ലും കാര്യങ്ങളൊന്നും കാണത്തില്ല. ധൈര്യമായിട്ട് ഈ മാസ്ക് യൂസ് ചെയ്തിട്ട് പിറ്റേന്ന് പുറത്തൊക്കെ പോകാൻ പറ്റും, ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, യൂസ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനലിൽ കയറി വേറെ വീഡിയോസ് ഉണ്ട്, അതൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത ഹെയർ കെയർ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ബൈ.